Hi everyone. So electrostatics in the theory revision ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Electrostaticsലെ first chapter electric charges and field. See guys, electric charges and field രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫോഴ്സും രണ്ടാമത്തേത് ഫീൽഡും. ഫസ്റ്റ് ഫോഴ്സ്. General equation of force F is equal to 1 by 4 pi epsilon 0, that is K Q1 Q2 divided by R square. Then ഒരു dielectric medium in between the charge place ചെയ്തിട്ടുണ്ടെങ്കിൽ F dash is equal to K Q1 Q2 divided by R square. ഇവിടെ ഞാൻ ഈ K നെ 1 by 4 pi epsilon 0 K നെ ഞാൻ ആ ടേമിൽ തന്നെ എഴുതാം 4 pi epsilon 0. ഇവിടെ 4 pi epsilon 0. ഓക്കെ, ഒരു dielectric medium ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ ഒരു K വരും. That is dielectric constant K, and F dash is equal to F in air divided by K. Then multiple force വരുന്ന സമയത്ത്, which means multiple charge വരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്, മൂന്ന് ചാർജ് വരുന്നു. മൾട്ടിപ്പിൾ ചാർജ് വരുന്ന സമയത്ത് ഈ പോയിന്റ് എയിൽ വെച്ച ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ചോദിച്ചാൽ എന്റെ മുകളിൽ ഈ ചാർജ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സിമിലർലി എയിൽ വെച്ച ചാർജിന്റെ മുകളിൽ ഇതൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ നെറ്റ് ഫോഴ്സ് ലെറ്റ് ഇറ്റ് ബി ഇത് റിപ്പൽസീവ് ഫോഴ്സ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് രണ്ട് ഫോഴ്സിന്റെ ഇടയിൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് നമ്മൾ വെക്ടർ അഡിഷൻ റൂൾ യൂസ് ചെയ്യണം. ദെൻ പലപ്പോഴും നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സ് 60 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് √3F ഉം 90 ഡിഗ്രി ആണെങ്കിൽ √2F ഉം വരും. ദെൻ ഫോഴ്സിന്റെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ മൂന്ന് ചാർജുകൾ വരുന്ന സമയത്ത്, മൂന്നോ അതിലധികമോ ചാർജ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 2 ക്യാപിറ്റൽ ലെറ്റർ ക്യൂവും ഒരു സ്മോൾ ലെറ്റർ ക്യൂവും, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ദെൻ ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസിങ് എനി ചാർജ് ഇൻ ദ സിസ്റ്റം വിൽ ബി 0. അപ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, ആ നടുക്കുള്ള ചാർജ് എടുക്കാതിരിക്കുക, അപ്പുറപ്പുറമുള്ള ഏതെങ്കിലും ചാർജ് എടുക്കുക, ആ ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഡിസ്റ്റൻസ് 6, ഈ ഡിസ്റ്റൻസ് 6, ഇത് 2r ആണെങ്കിൽ K Q സ്ക്വയർ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2r സ്ക്വയർ 4r സ്ക്വയർ പ്ലസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് K Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R ആയതുകൊണ്ട് R സ്ക്വയർ. ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ഈ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആ നെറ്റ് ഫോഴ്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഈ ടേം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. കട്ട് ചെയ്യാനുള്ള ആളുകൾ K കട്ടാവും, Q കട്ടാവും, R സ്ക്വയർ കട്ടാവും. ദെൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ. അപ്പൊ ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 എന്ന് എടുക്കുക എപ്പം വെൻ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ദെൻ ഫീൽഡ് വരുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. F by Q, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ, മൾട്ടിപ്പിൾ ഫീൽഡ് വന്നാൽ നെറ്റ് ഫീൽഡ് കാണാൻ നമ്മൾ വെക്ടർ അഡിഷൻ എടുക്കേണ്ടത്. പോസിറ്റീവിന്റെ ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവിന്റെ ഫീൽഡ് റേഡിയലി ഇൻവേർഡ്. ഇലക്ട്രിക് ഫീൽഡിന് ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല, ബട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പറ്റും. ദെൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഗോസസ് ലോ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ദാറ്റ് ഈസ് E.ds is equal to enclosed charge by epsilon 0 and electric field is equal to Q divided by epsilon 0 into area. So അതിന്റെ അപ്ലിക്കേഷനിൽ നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ്ഡ് റോഡ്. ലീനിയർ ചാർജ്ഡ് റോഡിന്ന് R ഡിസ്റ്റൻസ് ആക്കിയുള്ള ഒരു പോയിന്റ്. സോ അപ്പർ എൻഡെന്നും ലോവർ എൻഡെന്നും ആ പോയിന്റിലേക്ക് ലൈൻ വരച്ചാൽ വിച്ച് ഇസ് മേക്ക് ആൻ ആംഗിൾ വിച്ച് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻ ഇസ് തീറ്റ. Then electric field at that point is equal to 2 lambda divided by 2k lambda divided by 2k lambda divided by R. K എന്ന് പറയുന്നത് 2k lambda divided by R into sin theta by 2. K എന്ന് പറയുന്നത് 1 by 4 pi epsilon 0. Lambda is nothing but charge divided by length. Infinitely long conductor ആണെങ്കിൽ infinitely long charged road ആണെങ്കിൽ 2k lambda divided by R itself. ഒരു ചാർജ്ഡ് ആർക്കാണെങ്കിലും ആർക്കിന്റെ സെന്ററിൽ ആർക്ക് ആംഗിൾ തീറ്റ, ആർക്കിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സെയിം ഇക്വേഷൻ. ഒരു കംപ്ലീറ്റ് റിംഗിന്റെ സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷീറ്റ്, ഒരു ചാർജ്ഡ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഒരു ചാർജ്ഡ്
ഹോളോ ഷെൽ ആണെങ്കിൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സർഫസിലും ഔട്ട്സൈഡിലും സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 റേഡിയസ്. ഔട്ട്സൈഡ് ആണെങ്കിൽ Q ഡിവൈഡഡ് ബൈ 4πε0 ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ r. സോളിഡ് സെൽ ആണെങ്കിൽ സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഔട്ട്സൈഡും സർഫസും മാറ്റില്ല, അവിടെ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ. ഇൻസൈഡ് ഇസ് നോട്ട് ഈക്വൽ ടു 0, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു Q ഇൻടു ഇൻസൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് x ഫ്രം ദി സെന്റർ ഡിവൈഡഡ് ബൈ 4πε0 r ക്യൂബ്. 4πε0 r ക്യൂബ്. Q ഇൻടു x ഡിവൈഡ് ബൈ 4πε0 r ക്യൂബ്. അപ്പൊ സർഫസിൽ എത്തുമ്പോൾ ഈ x ഇസ് ഈക്വൽ ടു r ആവും. അപ്പൊ r ഉം r ക്യൂബും കട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ r സ്ക്വയർ എന്ന് വരും. ഷെല്ലിന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് വരിക, ബിക്കോസ് സെൻട്രൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് ഈ രൂപത്തിലും വരും. ഇൻസൈഡ് എ ഹോളോ കണ്ടക്ടിങ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ദെൻ ഗോസസ് ലോന്റെ ആപ്ലിക്കേഷനിൽ ഡിഫറെന്റ് രീതിയിൽ ഡിഫറെന്റ് സ്റ്റൈലിൽ നമ്മൾ ഒരു എൻക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ചാർജ് പ്ലേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ക്യൂബിന്റെ അകത്ത് ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബിൽ നിന്ന് ടോട്ടൽ പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് Q/ε0 ആൻഡ് ത്രൂ വൺ ഫേസ് ഈസ് Q/6ε0, ബിക്കോസ് 6 ഫേസിലൂടെ ആയിട്ടാണ് ഫ്ലക്സ് ഉണ്ടാവുക. ഇനി ക്യൂബിന്റെ ഫേസ് സെന്ററിലാണ് ചാർജ് നമ്മൾ പ്ലേസ് ചെയ്യുന്നെങ്കിൽ, ഇവിടെയാണ് ചാർജിനെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ എൻക്ലോസ്ഡ് ചാർജ് Q/2 ഉണ്ടാവുള്ളൂ. ക്യൂബിന്റെ എഡ്ജ് സെന്ററിലാണ് ചാർജ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എൻക്ലോസ്ഡ് ചാർജ് Q/4 ഉണ്ടാവുള്ളൂ. കോർണറിലാണ് നമ്മൾ ചാർജ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എൻക്ലോസ്ഡ് ചാർജ് Q/8 ഉണ്ടാവുള്ളൂ. സോ ഫോഴ്സും ഫീൽഡും, ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും, ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ പ്രോബ്ലംസ് ആയിട്ട് വരാറ്. അപ്പം ഇതിന്റെ വെറൈറ്റി ടൈപ്സ് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അതിന്റെ ഒരു റിവിഷൻ, ഒരു ഓവറോൾ വ്യൂ ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് OG സീരീസിന്റെ ലൈവ് സെഷൻസ് ഉണ്ട്. ലൈവിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച്.